എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാ ദിവസവും ഇരുട്ട് കണ്ടിട്ടാണല്ലോ അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു തുടങ്ങുന്നത്, പുലർച്ചെ ഇരുട്ട്. അപ്പോൾ ഇന്നിങ്ങനെ ആട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം കണ്ട ഫോട്ടോ റിച്ചാർഡ് എൻ്റെ 50ാമത്തെ ബർത്ത്ഡേക്ക് ഇതുപോലെ വുഡിലാക്കിയിട്ട് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് ചെയ്തതാണെന്ന്. അന്ന് ആ സമയത്ത് അവൻ ഷിപ്പിലിരുന്നാണ് അവൻ അത് കോയമ്പത്തൂരുള്ളൊരു സ്ഥലത്തേക്ക് ഓർഡർ കൊടുത്ത് സർപ്രൈസായി എൻ്റെ കയ്യിൽ ആ സെയിം ഡേ തന്നെ കിട്ടിയൊരു വലിയൊരു വിലമതിക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു സമ്മാനമായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഞാൻ പാക്ക് ചെയ്ത് വൃത്തിയായിട്ട് അലമാരയിൽ തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. കാരണം ഇത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇതിൽ പൊടിയൊക്കെ പിടിച്ചാകെ നാശമാകും, ആരെങ്കിലും തട്ടി നിലത്തിട്ട് പൊട്ടിച്ചാല എന്നൊക്കെയുള്ളൊരു പേടിയുണ്ട്. ഇതെല്ലാം ഞാനെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റിച്ചാർഡ് ഇതും ഷിപ്പിലിരുന്ന് തന്നെ ചെയ്ത ഒരു ഓർഡർ കൊടുത്തിട്ട് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വന്ന ഒരു വലിയൊരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റായിരുന്നു ഈ കാണുന്നതും. അപ്പോൾ ഇങ്ങനെ 2 സമ്മാനങ്ങൾ സർപ്രൈസായിട്ട് അവൻ വിട്ടത്. അതുപോലെ തന്നെ നമ്മളുടെ റോജർ മദേഴ്സ് ഡേക്ക് എനിക്ക് തന്ന ഇതും സർപ്രൈസായിട്ട് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് എനിക്ക് തോന്നി. ബെസ്റ്റ് മൊം ഇൻ ദ വേൾഡ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഈ ഒരു സംഭവം. ഈ ഫോട്ടോയൊക്കെ അവന് എങ്ങനെ കയ്യിൽ കിട്ടിയെന്നും എനിക്കറിയില്ല. കാരണം എൻ്റെ ഫോട്ടോയൊന്നും അവരുടെ കയ്യിലുണ്ടായില്ല. എങ്ങനെയോ എൻ്റെ ഫോണിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ടാവും ഞാനറിയാതെ. അതും എനിക്ക് വലിയൊരു അംഗീകാരമായി തോന്നിയൊരു സംഭവമാണ്. പിന്നെ ഇത് നമ്മളുടെ റൂബി കുഞ്ഞിൻ്റെ ഒരു കാരിക്കേച്ചർ. ആതിര എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി റോജൻ്റെ ഫ്രണ്ടാണ്. അവൾ ഒരു 3-4 മാസം മുൻപ് നമ്മളുടെ ഇവിടെ വന്നിട്ടുണ്ട്. ഡിസംബറിലാണെന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മളുടെ റൂബി കുഞ്ഞും ഞാനും കൂടി ഇരിക്കുന്ന ഇതും അവർ കോയമ്പത്തൂരിൽ നിന്ന് ചെയ്ത് എനിക്ക് നേരിട്ട് സെൻഡ് ചെയ്ത് തന്നായിരുന്നു. ഇത് ഞാൻ തന്നെ അവരുടെ അടുത്ത് കൊടുത്ത ഫോട്ടോയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരെണ്ണം റൂബി കുഞ്ഞിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ റൂബി കുഞ്ഞ് വളരെ ഒരു മാസമായ സമയത്തുള്ള ഫോട്ടോയാണ് കേട്ടോ ഇത്. അപ്പോൾ അവൾ നടക്കാനൊക്കെ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഇങ്ങനെ ഞാനൊരു പാവാടയൊക്കെ തുന്നി ഉടുപ്പിച്ച് ഇരുത്തിയിട്ട് അങ്ങനെ എടുത്തൊരു ഫോട്ടോയായിരുന്നു. പിന്നെ ഇത് നമ്മൾ ഇവൾക്ക് സ്പായൊക്കെ ചെയ്തിട്ട് വരൂലേ, ആ സമയത്തൊക്കെ ചിലപ്പോഴൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കും, ചിലപ്പോൾ ഫോട്ടോ എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ എടുത്ത ഫോട്ടോകൾ എന്തോരം ഫോട്ടോകളാണല്ലേ നമ്മളുടെ ഓർമ്മകൾ. ഇങ്ങനെ ഞാൻ ഇതെൻ്റെ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യുമ്പോഴാണ് എനിക്കിതുപോലെയുള്ള ഇങ്ങനെ ഫോട്ടോസൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കണ്ണിൽ പെടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണല്ലോ എന്നുള്ള ഒരു സന്തോഷം. ഇത് ഞാനും കൂടി ഫാമിലി ഇവിടെ വന്നപ്പോൾ എടുത്തത്. അതും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് എൻ്റെ കണ്ണിൽ പെട്ടപ്പോൾ ഞാനങ്ങനെ എപ്പോഴും ഞാൻ നോക്കാറുണ്ട്, ഈ ഫോട്ടോസൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കാറുണ്ട്. അത് കാണുമ്പോൾ ഒരു സന്തോഷം. ഇതിനകത്ത് റിച്ചാർഡിൻ്റെ വണ്ണം കണ്ട ഭയങ്കര വണ്ണത്തിലാണ് റിച്ചാർഡ് അതിനകത്ത് നിൽക്കുന്നത് കേട്ടോ. ആ ഫോട്ടോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഭയങ്കര വണ്ണമുള്ള സമയത്തുള്ള ഫോട്ടോയാണിത്. പിന്നെ ഇത് റോജറും റിച്ചാർഡും കൂടിയിട്ടുള്ളതാണ് കേട്ടോ, ഇവർ രണ്ടുപേരും മാത്രമുള്ള സമയത്ത്. പിന്നെ മൂന്നാമത്തെ ആൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ 3 പേരും കൂടിയുള്ള ഫോട്ടോസാണ് പിന്നെ വരുന്നതെല്ലാം. പിന്നെ റിച്ചാർഡും റോജറും മാത്രമുള്ള സമയത്ത് ഞാൻ ഈ ഒരു ഫോട്ടോ സെറ്റ് ചെയ്ത് എല്ലാവർക്കും ക്രിസ്മസ് കാർഡായിട്ട് കൊടുത്തിരുന്നു. ഇത് തന്നെ നമ്മളുടെ സൂര്യ ടി വിയിലും ഇവരുടെ ബർത്ത്ഡേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫോട്ടോയാണ് സൂര്യ ടി വിയിലും കാണിച്ചത്. പിന്നെ അത് നമ്മുടെ ഗിൽഡയും അനിയത്തിമാർ 2 പേരും മോളും ഞാനും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. അത് ക്രിസ്മസ് ടൈം നമ്മൾ ആ ഗ്രൗണ്ടിൽ കാഴ്ച കാണാനൊക്കെ ചെന്നപ്പോൾ അവരവിടെ വെച്ച് കണ്ടപ്പോഴത്തൊരു ഫോട്ടോയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ ആ പഴയ ഓർമ്മകളിലേക്ക് പോകുമ്പോൾ ഒരു സങ്കടമുണ്ട്, നഷ്ടബോധം കൊണ്ട്. പിന്നെ നമ്മളെല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷവും എല്ലാം ഉണ്ട്. എന്ത് തന്നെ ആയാലും മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങളെക്കുറിച്ച് ഓർത്ത് ഒന്നും ദുഃഖിക്കാതിരിക്കൂലല്ലേ. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പം നമ്മൾ എത്ര നല്ല രീതിയിലാണ് ജീവിക്കുന്നതെങ്കിലും ആ പഴയ കാലം അത് ഓർക്കുമ്പോൾ ഒരു സങ്കടമാണ്. ഇനി ഒരിക്കലും ആർക്കും ഒരു തിരിച്ച് കിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ ഫോട്ടോ കാണുമ്പോൾ നമുക്കൊരു സന്തോഷവും സങ്കടവും ഒന്നിച്ചങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇല്ലേ, ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചത് വീഡിയോക്ക് ഇത്തിരി ലെങ്ത് കിട്ടട്ടെ എന്ന് വിചാരിച്ച് തന്നെ ആയിരുന്നു. കാരണം നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ഞാൻ തിരക്കുള്ള ദിവസം തന്നെ ആയിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ അങ്ങനെയുള്ളൊരു മനസ്സ് നമുക്ക് വരില്ല, മറന്നു പോകും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഇന്നാണെങ്കിൽ പപ്പക്ക് പള്ളിയിലൊക്കെ പോകണം. പള്ളിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ കല്യാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേപ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ പെണ്ണിൻ്റെ ഇടവകയിലേക്കും ചെക്കൻ്റെ ഇടവകയിലേക്കും കൊടുക്കാനും മേടിക്കാനും ഒക്കെയുള്ള ഒരു ദിവസം പറഞ്ഞേക്കുന്നത് 28-ാം തീയതിത്തെ വീഡിയോ ആണിത്. അപ്പോൾ പപ്പ രാവിലെ തന്നെ പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ പപ്പക്ക് ഇന്നൊരു 7 ഉണ്ട് സെയിം ഡേ. അപ്പോൾ ആ 7-11 മണിക്കാണ്. പക്ഷേ ആ ടൈമിൽ തന്നെയാണ് നമ്മുടെ പെങ്കുച്ചിൻ്റെ ഇടവകയിലേക്കൊക്കെ പോകേണ്ട ആ ഒരു ടൈം. പെട്ടെന്ന് തന്നെ പോയിട്ട് ഇതൊക്കെ കൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്, താമസിപ്പിക്കരുത്. അപ്പോൾ അങ്ങനെ പപ്പ പള്ളിയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കണേണ്. പലതവണ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കണം, അങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങൾ. അപ്പോൾ പപ്പ അതിന് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കണേ.
അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് റിച്ചാർഡിന് പുട്ട് വേണ്ടത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പുട്ടും ഏത്തപ്പഴം അരിഞ്ഞിട്ടതും തേങ്ങയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത്. നല്ല ടേസ്റ്റാണത്. പഴമൊന്നും പുഴുങ്ങി വരുമല്ലോ, അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇടയ്ക്ക് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ റിച്ചാർഡിനൊന്നും അതങ്ങനെ ഉണ്ടാക്കണമെന്ന് ഇഷ്ടമില്ല. ഇപ്പോൾ പുട്ട് പഴമാണെങ്കിൽ അവൻ കഴിക്കും, എങ്കിലും ഇന്നത് വേണ്ടാന്ന് പറഞ്ഞ്. ഇന്ന് അവന് നൂഡിൽസ് മതി. അവൻ കുറേ ടൈപ്പ് നൂഡിൽസ് അതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടല്ലോ പാസ്തയൊക്കെ. അപ്പോൾ അതിൽ ഈ നൂഡിൽസ് കാണിച്ചിട്ട് പറഞ്ഞു ഇത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ ഒരു പാക്കറ്റ് നൂഡിൽസ് പൊട്ടിച്ചതിൻ്റെ ബാക്കി 2 എണ്ണം ഞാൻ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറ്റൂല, പുതിയ വേറെ ഫ്ലേവറിൻ്റെത് അത് മതി എന്ന് പറഞ്ഞിട്ട് ഇതും പൊട്ടിച്ച് അതിൻ്റെ 2 എണ്ണം ബാക്കി ഫ്രിഡ്ജിലോട്ട് അതും വെച്ചിട്ടുണ്ട്. അങ്ങനെ അവനെ നൂഡിൽസും ആക്കി. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കണം. നേരത്തെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു മമ്മി മിസ്സിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇവന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മിസ്സുണ്ട് ഡെൽറ്റയിൽ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ. അപ്പോൾ ആ മിസ്സ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ താമസിക്കണം. അപ്പോൾ എല്ലാ ബർത്ത്ഡേക്കും അവൻ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. ജൂൺ 3-ാം തീയതിയാണ് ബർത്ത്ഡേ. അപ്പോൾ ആ ഒരു ബർത്ത്ഡേക്ക് എന്തായാലും നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് എന്തായാലും കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ കാണിച്ചിട്ടുണ്ട്, കഴിഞ്ഞ തവണ വോച്ചറിന് കൊടുത്തിട്ടുണ്ട്. അതിന് പെർഫ്യൂമൊക്കെ ഞാനിങ്ങനെ കാണിക്കാറുണ്ട് നിങ്ങളുടെ അടുത്ത്. അപ്പോൾ ഇത്തവണ എന്ത് കൊടുക്കും മമ്മി എന്നെൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്തവണ സാരി തന്നെ കൊടുക്കണം. അപ്പോൾ ഞാനത് മറന്നിരിക്കണമായിരുന്നു, നമ്മൾക്കതൊന്നും ഓർമ്മയുണ്ടാവില്ലല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു മമ്മി എനിക്ക് 3-ാം തീയതി പോകാൻ പറ്റുമെന്നൊന്നും തോന്നണില്ല, കാരണം 6-ാം തീയതി മനസ്സമ്മതമല്ലേ, എൻഗേജ്മെൻ്റ് അല്ലേ, അപ്പോൾ ആ തിരക്കിലൊക്കെ ആയിരിക്കുള്ളൂ, അതുകൊണ്ട് പോകാൻ പറ്റുമെന്ന് തോന്നണില്ല. അപ്പോൾ അതിന് മുൻപ് കൊണ്ടേ കൊടുക്കണമല്ലോ അങ്ങനെയാണെങ്കിലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാരി മേടിച്ചിട്ടില്ലല്ലോ, പോയി മേടിക്കണ്ടേ. അപ്പോൾ അവൻ പറഞ്ഞു അന്നേ നമുക്ക് ഇപ്പം തന്നെ പോയിട്ട് സാരി മേടിക്കാം എന്നും പറഞ്ഞ് ഈ ഞാനിത് ചെയ്യണ സമയത്ത് അവനിങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് അന്നേ പിന്നെ ഇന്ന് പോയേക്കാം. പക്ഷേ പപ്പ കാണുന്നുണ്ടെങ്കിലും ഇങ്ങനെ തിരക്കല്ലേ, അപ്പോൾ റൂബിനൊറ്റയ്ക്ക് ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അന്നേ ഒരു പണി ചെയ്യാം, നമുക്ക് ഉച്ചയ്ക്ക് ശേഷം പോകാം. അപ്പോൾ പപ്പയുടെ പോക്കും വരവും 7 കൂടലും എല്ലാം കഴിഞ്ഞിട്ട്, അപ്പോൾ 7 കുർബാനക്ക് പപ്പക്ക് നിൽക്കാൻ പറ്റൂല. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുർബാന കൂടിയില്ലെങ്കിലും ജാക്സ ഭക്ഷണം കഴിക്കാനെങ്കിലും എത്തിയേക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പപ്പ ഈ പള്ളിയിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം, അപ്പോൾ സാറ്റിനെയും മമ്മിയും ബ്രദറും എല്ലാം അവിടെ പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ പള്ളിയിൽ. ഇവിടെ നിന്ന് പപ്പയും ഈ പേപ്പറുകളൊക്കെ ആയിട്ട് അങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പപ്പ പിന്നെ വന്ന് 7-ൻ്റെ ഭക്ഷണമൊക്കെ ഞങ്ങളുടെ ഇടവപ്പള്ളിയിലല്ലേ അവിടെ വന്ന് കഴിച്ച് അത് കഴിഞ്ഞിട്ട് വന്ന് അപ്പോൾ അപ്പൊക്കെ അറിയില്ല ഞങ്ങളിങ്ങനെ പോകാനുള്ളൊരു പ്ലാൻ ചെയ്തെന്നുള്ളത്. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ വേഗം ചോറ് ഉണ്ടാക്കി. ഇനി രാത്രി നമ്മൾ വരുമ്പോഴും കഴിക്കണമല്ലോ, അപ്പോൾ ചോറുണ്ട്. അപ്പോൾ റിച്ചാർഡ് പറഞ്ഞു മമ്മി ഒന്നും ഉണ്ടാക്കണ്ട, അപ്പോൾ ഏതായാലും അവിടെ നിന്ന് കഴിച്ചിട്ടല്ലേ പറഞ്ഞത്, നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം, മമ്മി എന്തിനാണ് ഇതിൻ്റെ ഇടയിൽ കൂടി ചോറൊക്കെ വെക്കണം. അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും സമയമുണ്ട്, പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ചോറ് വെക്കാം, കറി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാക്കാം. എനിക്കുള്ള കറികളൊക്കെ ഉണ്ട്, സാമ്പാർ അവിയലും പപ്പടവും ഒക്കെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. നിനക്കത് പറ്റിയില്ലെങ്കിൽ മുട്ട ഇത് ചിക്കി വറുത്ത് കൊടുക്കുന്നത് ഇഷ്ടമാണ് മുട്ട, അപ്പോൾ അങ്ങനെ ബുർജിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്നേ ഓക്കെ, അത് ഇഷ്ടമാണ്, മുട്ട ബുർജിയും ചോറും കൂടി കഴിക്കണമൊക്കെ ഇഷ്ടമാണ്, അന്നേ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേഗം ഈ മുട്ട ഒന്ന് ബുർജിയാക്കണ ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ രാത്രി വന്ന് കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു കറി വേണമെന്നുണ്ടെങ്കിൽ മുട്ട തന്നെ ഒന്ന് വർക്ക് എന്തെങ്കിലും ചെയ്തിട്ട് പപ്പക്കും ചോറ് കൊടുക്കാം. അപ്പോൾ ഈ 7 ഉണ്ടെന്നുള്ളത് റിച്ചാർഡിന് അറിയാൻ. അപ്പോൾ റിച്ചാർഡ് പറഞ്ഞത് പപ്പക്ക് വരെ ഓർഡർ ചെയ്ത് കൊടുക്കാമെന്നാണ് അവൻ പറഞ്ഞത്. എന്നിട്ട് നമുക്ക് വേഗം പോയിട്ടും വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു പപ്പ ഉച്ച കഴിയും എന്തായാലും വരുമ്പോൾ 7 കൂടിയിട്ടല്ലേ വരുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകാം. ഒരു മുട്ട പൊരിച്ചിട്ടായാലും നമ്മളുടെ വീട്ടിലെ ഭക്ഷണം കഴിച്ചിട്ട് പോകണം, ആ ഒരു സുഖം പുറത്ത് പോയി കഴിച്ചാൽ കിട്ടൂല. അതുകൊണ്ട് അത് വേണ്ട റിച്ചാർഡ്, എത്രയോ തവണയാണ് ഇപ്പം മേടിച്ചൊക്കെ കഴിക്കണത്. ഇപ്പം ഇനി ഓരോ നമ്മളുടെ കല്യാണ സമയങ്ങൾ അടുത്ത് തന്നെയാണ്, വയറിനൊക്കെ അത് അസുഖമായിട്ട് ഞാനിങ്ങനെ കമൻസിലൊക്കെ കാണുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവൻ്റെ അടുത്ത് പറയാം. കമൻസിലൊക്കെ ഇങ്ങനെ അസുഖങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി പോയി കല്യാണ സമയത്ത് എന്നൊക്കെയുള്ള കമൻറ്റൊക്കെ ഞാൻ കണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിരിക്കണം ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസ് ഞാൻ കാണാറുണ്ട്. അപ്പം ഞാൻ അത് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഈ തണുത്ത ഭക്ഷണം കഴിച്ച് തൊണ്ടയ്ക്ക് പ്രശ്നം ഉണ്ടാക്കരുത്, പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് വയറിന് അസ്വസ്ഥത ഉണ്ടാക്കരുത്, ഇതൊക്കെ എത്ര പറഞ്ഞു കഴിഞ്ഞാൽ അവരതൊന്നും കേൾക്കൂല. നമ്മൾ പറയാമെന്ന് മാത്രമേ ഉള്ളൂ, എങ്കിലും പറയുന്നുണ്ട്. കമൻസ് എല്ലാം ഞാനെടുത്ത് വായിച്ച് കേൾപ്പിച്ചെടുക്കും. ഇടാ നമ്മളുടെ കാര്യത്തിലൊക്കെ അവർക്ക് എന്തോരം ശ്രദ്ധയുണ്ട്, ഓരോ അനുഭവങ്ങൾ നമുക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. കല്യാണം ആകുമ്പോഴത്തേക്കൊക്കെ ഓരോ വീട്ടിൽ സംഭവിക്കുന്ന അപ്രതീക്ഷിതമായ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ ആകല്ലേ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. കുഞ്ഞു പിള്ളേരല്ലല്ലോ നമ്മൾ അടിച്ചൊക്കെ ഇത് അനുസരിപ്പിക്കാനായിട്ട്. അപ്പം നമുക്ക് പറയാനേ പറ്റുള്ളൂ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്നേ വിചാരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നൂഡിൽസൊക്കെ എടുത്ത് കൊടുത്ത് പാലുമൊക്കെ ബൂസ്റ്റൊക്കെ ഇട്ട് അവന് അതെല്ലാം കൊടുത്ത് അപ്പം തന്നെ ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ദേ ഉച്ച
ഉച്ചക്കുള്ള മുട്ട പൊരിക്കാനുള്ളതിന് വേണ്ടിയിട്ട് റിച്ചാനൊരു ബുർജി ഉണ്ടാക്കണമല്ലോ, അവന് അധികം ഉള്ളി സവാളയൊക്കെ ഇതിനകത്തേക്ക് ഇടുന്നത് ഇഷ്ടമല്ല. ഒട്ടും ഉള്ളി സവാള ഇടാതെ ഉണ്ടാക്കാനേ എൻ്റെ അടുത്ത് പറയുള്ളൂ. അപ്പോൾ ഞാൻ പറയും ഉള്ളിയും സവാള എന്നൊക്കെ പറയുന്നത് ഇതിനൊക്കെ രുചി കൊടുക്കുന്ന കാര്യങ്ങളാണ്, അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാൽ ഇതൊട്ടും കൊള്ളൂല. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ഇടാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എപ്പോഴും വളരെ കുറച്ചൊക്കെ ഇടുള്ളൂ. അപ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ പച്ചമുളകൊന്നും ഇടുന്ന ഇഷ്ടമല്ല, അതൊന്നും കടിക്കാനേ പാടില്ല, ഒരു സാധനം അങ്ങനെ കടിക്കാൻ പാടില്ല. അപ്പോൾ മുളക് പൊടി മാത്രം ഇടാൻ പാടില്ല. അപ്പോൾ ഇത്തിരി കാശ്മീരി ചില്ലി പൗഡറും ഇത്തിരി ഉപ്പും മാത്രമേ ഇടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ മുട്ട ഇങ്ങനെ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം, ഞാൻ പാലങ്ങനെ ഒഴിക്കാറില്ല, വെള്ളം ഒഴിക്കണം. അധികമൊന്നും ഒഴിക്കണ്ട. ഇപ്പോൾ 2 മുട്ട എടുക്കണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതങ്ങോട്ട് വറുക്കാനായിട്ട് ചട്ടിയിലോട്ട് ഇടുമ്പോൾ തന്നെ നല്ലൊരു അരോമയാണ് ഈ വെള്ളം ഒഴിക്കാൻ നേരത്ത്. അല്ലാതെ വെറുതെ മുട്ട പൊരിക്കുമ്പോൾ അത്രയും നല്ലൊരു സ്മെല്ല് വരില്ല. അപ്പോൾ അത് നമ്മളുടെ അടുത്ത വീട്ടിലേക്ക് ഇങ്ങനെ മുട്ട പൊരിക്കുമ്പോഴത്തേക്കും ഈ ഒരു അരോമ ഇങ്ങനെ കാറ്റിക്കൂടി പറന്നിങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കോട്ടെ ഇതെന്താണ് ഇത്രയും നല്ലൊരു സ്മെല്ലെന്ന്. അപ്പോഴാണ് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചായിരുന്നു, നല്ല സ്മെല്ലാണ് നിങ്ങൾ മുട്ട പൊരിക്കുമ്പോൾ പറഞ്ഞത്. അപ്പോഴാണ് അവർ പറഞ്ഞത് അതിൽ വെള്ളം ചേർക്കുമ്പോഴാണ് അങ്ങനത്തെ ഒരു സ്മെല്ല് വരിക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാനും അതുപോലെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം നമുക്കായിരിക്കില്ല അത് കിട്ടുക, കൂടുതലും പുറത്തേക്കായിരിക്കുള്ള ആ ഒരു സ്മെല്ല് പോവുക. അപ്പോൾ അതുപോലെയാണ് ഞാനിന്ന് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് 2 മുട്ട എടുത്തിട്ടൊന്ന് ബുർജി ആക്കിയിട്ടുണ്ട്. കാരണം ബുർജി ആക്കുമ്പോഴത്തേക്കും 2 കുറച്ച് മുട്ട എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ കാണൂല. ഇപ്പം നമ്മൾ റൗണ്ടിൽ ഓംലെറ്റാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്തിരി വലുപ്പത്തിലേക്ക് കാണും, ബുർജി ആക്കണമെങ്കിൽ ഒട്ടും തന്നെ കാണില്ല. പിന്നെ ഇതിനകത്ത് തക്കാളി അങ്ങനെ ഇടാറില്ല, തക്കാളി ഇവിടെ ശീലമില്ല ഇട്ട്, അതുകൊണ്ട് ഞാൻ ഇടാറില്ല. ചിലവർ തക്കാളിയൊക്കെ ഇടും. അങ്ങനെ 1 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞാനും റിച്ചാർഡ് ഫുഡ് കഴിച്ച് ഞാൻ കുളിച്ച് റെഡിയായി നിൽക്കണേണ്. ഇനി ഡ്രസ്സ് ഇട്ടാൽ മാത്രം മതി. മഴ പെയ്യുന്നുണ്ട് കേട്ടോ, ഇന്ന് രാവിലെ തുടങ്ങിയിട്ട് മഴ തന്നെയായിരുന്നു. അപ്പോൾ ഏകദേശം 2 മണി ആകാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഏതായാലും പപ്പക്ക് ചായ കൂടിയിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. പപ്പ അവിടെ നിന്ന് നേരത്തെയാണ് കഴിച്ചേക്കണത്, 7:00 ഫുഡ് നേരത്തെ കഴിച്ചേക്കണം. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഒരുപാട് ലേറ്റ് ആകുമല്ലോ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു 3 മണിക്ക് 2:30-3 മണിക്ക് വീട്ടിൽ ഫുഡ് കഴിക്കണം. ഇപ്പോൾ 1 മണിക്ക് മുന്നേ തന്നെ പപ്പ കഴിച്ചിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ചായ ഇട്ട് വെച്ചേക്കാം, അല്ലെങ്കിൽ പപ്പയ്ക്ക് ഇനി ഒരു വിശക്കണ പോലെ തോന്നിയാല എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനൊരു ചായ ഇട്ടിട്ട് ഒരു ചായ അല്ല കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ പപ്പയ്ക്ക് ഇഷ്ടമാണ് അങ്ങനെ ചായ കുടിക്കണം. എന്നിട്ട് അവിടെ ബ്രെഡ് ഉണ്ടായിരുന്നു, ആ ബ്രെഡും ഏത്തപ്പഴവും ഒക്കെ അവിടെ എടുത്ത് മേശപ്പുറത്ത് വെച്ച് എന്നിട്ടാണ് ഞാൻ ഒരുങ്ങാൻ കയറിയത് കേട്ടോ. കാരണം പപ്പക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും അറിയാൻ പാടില്ല. ഒരു കട്ടൻ ചായ ഇന്ന് വരെ തന്നെത്താനിട്ട് കഴിച്ചിട്ടില്ല. എത്ര പറഞ്ഞു കഴിഞ്ഞാൽ പപ്പക്കത് പറ്റാത്ത കാര്യമാണ്. എന്നാൽ പപ്പ 100 കാര്യങ്ങൾ വേറെ ചെയ്യും. പക്ഷേ ഇങ്ങനത്തെ ഒരു ചെറിയ കാര്യം അവനവൻ്റെ ഒരു തൊണ്ട ഒന്ന് ചൂടാക്കാനുള്ള ഒരു സംഭവം പോലും ചെയ്യാനായിട്ട് പപ്പക്ക് അറിയാൻ പാടില്ല. എത്ര പറഞ്ഞ് കൊടുത്തിട്ടും അത് അറിയില്ല, ഇതുവരെ ചെയ്തിട്ടുമില്ല. ഇപ്പം ഞാൻ ചായ ഇട്ടില്ല ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നോളും, ചായ കുടിക്കില്ല, തന്നെത്താനെ തന്നെ എടുത്ത് കഴിക്കുക, അതൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കണ്ണിൻ്റെ മുന്നിൽ ഞാൻ കൊണ്ടുപോയി വെച്ച് കൊടുത്തേട്ടാ. അതിൻ്റെ തുണി വിരിക്കാനുണ്ടായിരുന്നു, തുണി കൂടി വിരിച്ച് അത് കഴിഞ്ഞ് ഞാൻ റിച്ചാർഡും ഊബർ വിളിച്ചിട്ടാണ് പോണത്. കാരണം റിച്ചാർഡിന് ഡ്രൈവ് ചെയ്യാൻ മടിയാണ്. ഒന്നാമത് നമ്മളുടെ ബക്രീദിൻ്റെ ഡേ ആയതുകൊണ്ട് തന്നെ നല്ല വഴിയിലെല്ലാം തിരക്കാണ്. അപ്പോൾ അവൻ പറഞ്ഞു എനിക്കിനി വയ്യ ഡ്രൈവ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഊബർ വിളിച്ച് തന്നെയാണ് പോയത്. അപ്പോൾ എനിക്കിങ്ങനെ വീഡിയോ എടുക്കാനുള്ള ഓർമ്മ പോലും കിട്ടില്ല കേട്ടോ സത്യത്തിൽ. ഇപ്പം ഞാനിപ്പോൾ കാറിൽ കയറിയിട്ട് ഞാനിരുന്ന് ഉറങ്ങിപ്പോയി. ഞാൻ ഇത്തിരി ടയേർഡായിരുന്നു, ഞാൻ ഉറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്നപ്പോൾ ഇല്ലേ അൽമറയുടെ മുമ്പിലാണ്, അതായത് പുളിമൂട്ടിൽ സിൽക്ക് ഹൗസിൻ്റെ മുൻപിലാണ് കാറ് നിൽക്കുന്നത്. അവിടെ നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് കണ്ണ് തുറന്നത്. അങ്ങനെ അവിടെ നിന്ന് കുറേ സാധനങ്ങൾ മേടിച്ച് മിസ്സിനുള്ള സാരി, പിന്നെ പപ്പക്കുള്ള ഡ്രസ്സ് ഞങ്ങൾ അതിനെ കൂടി തന്നെ എടുത്ത് കേട്ടോ. പപ്പക്ക് 2 ഫംഗ്ഷൻ ഇടാനുള്ള ഡ്രസ്സൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ഭീമ ജ്വല്ലറിയിലേക്കാണ്. അത് നടന്നാണ് അങ്ങോട്ട് വന്നത്, തൊട്ടടുത്ത് തന്നെയാണ്. ഭീമ ജ്വല്ലറിൽ വന്നിട്ട് ഇനി നമ്മൾക്ക് എടുക്കാനുള്ള സ്വർണ്ണങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. മാലയും താലിയൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ അതെല്ലാം ഞാൻ റിച്ചാർഡ് കൂടി എടുത്ത്, റിച്ചാർഡിൻ്റെ മോതിരം പേര് കൊത്താൻ കൊടുത്തത് അതും റെഡി ആയിട്ടുണ്ടായിരുന്നു. അത് 3-ാം തീയതി എന്നാണ് പറഞ്ഞത്, എങ്കിലും അതവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേപ്പറും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ ഇങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞ് റെഡി ആയിട്ടിരിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അതുമൊക്കെ മേടിച്ച്. അപ്പോൾ അങ്ങനെ അതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഊബറും വിളിച്ച് നേരെ വീട്ടിലേക്ക് വന്നു. കാരണം നമ്മൾ ഈ സ്വർണ്ണമൊക്കെ ഇട്ട് പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറി ഇറങ്ങുക റിസ്ക് ആണെന്ന് ഞാൻ റിച്ചാർഡിൻ്റെ അടുത്ത് പറഞ്ഞ്. അതുകൊണ്ട്
നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്നു. അപ്പോൾ റിച്ചാർഡിനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നും മേടിച്ച് തരാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ വീട്ടിൽ വന്നിട്ട് വേഗം മസാല ദോശ ഓർഡർ ചെയ്ത് വരുത്തി തന്നതാണ് ആ കണ്ടത്. അപ്പോൾ വീട്ടിൽ പാല് തീർന്ന് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ പറയും കട്ടൻ ചായ മതിയാന്ന് ചോദിച്ചു. അല്ലെങ്കിൽ പിന്നെ ഓർഡർ ചെയ്ത് വരുത്തണം, അപ്പോൾ ഇത്തിരി നേരം പോകും. അപ്പോൾ പറയാം അത് മതി, കട്ടൻ ചായ മതി, എന്തിനാണില്ലെങ്കിൽ പാൽ ചായ, കട്ടൻ ചായ മതി, അതാണ് നല്ലതെന്നൊക്കെ പറയാം. അന്നേ ഓക്കെ എന്ന് പറഞ്ഞ് കട്ടൻ ചായ ഇട്ട്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കും കുറച്ച് കുടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ കപ്പ് കൊണ്ടുവന്ന് വെച്ചിട്ട് സംഭവം പകുതിയായിട്ട് ഇവർക്ക് ഒഴിച്ചിട്ട് പിന്നെ നോക്കുമ്പോൾ ഒട്ടും തന്നെ ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു കുടിക്കണവർ വൃത്തിക്ക് കുടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ കപ്പിലെടുത്തിട്ട് ഇവർക്ക് എന്നെ കൂടെ ഒഴിച്ച് അവർ വൃത്തിയായിട്ട് കുടിക്കട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ കൊടുത്ത്. തീരെ കുറവാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ രാത്രി ഏതായാലും ഞാനും പപ്പയും ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല. റിച്ചാർഡ് ഈ മസാല ദോശയുടെ ഒപ്പം തന്നെ ചില്ലി ഗോപിയും കൂടി ഞാൻ മേടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞ് എനിക്ക് ചില്ലി ഗോപി റൈസും കൂടി കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി ചില്ലി ഗോപി റൈസുമായിട്ടാണ് അവൻ കഴിച്ചത്. അപ്പം ഞങ്ങളിപ്പോൾ 2 മണി കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെങ്കിൽ ഒരു 5:30 തന്നെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ ടൈമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നടക്കാൻ പോകാം എന്ന് വിചാരിച്ച് ഞാനതിന് തയ്യാറെടുത്തപ്പോൾ റിച്ചാർഡ് എന്നെ എന്ത് ചെയ്താൽ വിടൂല, മമ്മി നടക്കാൻ പോകണ്ട, എനിക്ക് മമ്മി പോകുമ്പോൾ ഭയങ്കര വിഷമമാണ്, സിറ്റപ്സ് ചെയ്താൽ മതി വീട്ടിൽ തന്നെ, ഇനിയിപ്പോൾ കല്യാണമൊക്കെ കഴിയുമ്പോൾ സാറ്റിനെ വരൂലേ, സാറ്റിനെ മമ്മിയും കൂടി നടക്കാൻ പോയിക്കോ, ഇതൊക്കെയാണ് ഇപ്പോൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കണത്. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നടക്കാൻ പോയിട്ട് വന്ന ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ. അല്ലാതെ പിന്നെ ഞാൻ നടക്കാൻ പോയിട്ടില്ല. അവൻ സമ്മതിക്കണില്ല, കല്യാണം കഴിഞ്ഞ് പോയാൽ മതി, കല്യാണം കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും കൂട്ടി പോയാൽ മതി, അന്ന് പിന്നെ എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയില്ല. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റൂബി കുഞ്ഞ് ഉച്ചയ്ക്ക് കിടക്കാൻ തയ്യാറായിട്ട് അങ്ങനെ നിൽക്കണമായിരുന്നു. മമ്മി ഭക്ഷണമൊക്കെ കഴിച്ച് വന്നിട്ട് കിടക്കാം എന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷയോടെ നിന്നപ്പോഴാണ് ഞാൻ ഉടുപ്പ് മാറി പുറത്തേക്ക് പോയത്. അതോടുകൂടി അവൾ വല്ലാതെ സങ്കടത്തിലായി. അതുകൊണ്ട് അവൾക്കടെ സങ്കടം തീർക്കാൻ രാത്രി കിടക്കാൻ വന്നപ്പോൾ ഒരു ജെർക്കിയൊക്കെ കൊടുത്ത് അവളെ ഹാപ്പി ആക്കിയിട്ടാണ് കിടത്തിയത്. അപ്പം ഞാൻ പിന്നെ എൻ്റെ ഡയറി എഴുത്തും കഴിഞ്ഞ് വേഗം കിടന്നുറങ്ങി. കാരണം ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. കാറിൽ തന്നെ ഇരുന്ന് ഞാൻ ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് ഈ പുറത്ത് യാത്രയൊന്നും പറ്റൂല, വീട്ടിലെ ജോലിയൊക്കെ ചെയ്യാം, പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ ടയേർഡാകും. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ അതിൻ്റെ പേരിൽ നമുക്ക് തിങ്കളാഴ്ച കാണാം. താങ്ക് യു.